അങ്ങനെ ഒരു ലേഡി ക്യാപ്റ്റൻ കഴിഞ്ഞു അല്ലേ? ഇനി അടുത്ത വരാൻ പോകുന്നതും ലേഡികളല്ലേ? അതെ അതെ, പെൺപുലികൾ. പിന്നെ നീ തന്നെ എണീറ്റ പെൺപുലി, എന്താ കാര്യം അവരെ തിരഞ്ഞെടുക്കാൻ? പെണ്ണാണെന്നുള്ളതിലല്ലല്ലോ കാര്യം, നമ്മൾ എങ്ങനെ വീട് നയിക്കുന്നു എന്നുള്ളതിലാണ്. പിന്നെ അവര് കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് ഇല്ലേ ആഗ്രഹം. ഇരിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറയും, ഒരു പയ്യനെ കാണിച്ചിട്ട് പറയും, ഒരു കാര്യത്തിനും കൊള്ളില്ല, പറഞ്ഞാൽ കേൾക്കില്ല, ഒരു ജോലിയും ചെയ്യില്ല, എന്തെങ്കിലും അവിടെ നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലി കൊടുക്കാം, ഞങ്ങൾ വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുക. അതായത് ഒന്നിനും കൊള്ളാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ജോലിയാണോ ക്യാപ്റ്റൻസി? ആണോ? അനീഷ്, എന്താണ് സ്ത്രീകളെ മാത്രം തിരഞ്ഞെടുക്കാൻ കാര്യം? അതും ഒരു ഗ്രൂപ്പിസത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ കഴിവിന്റെ ബേസിസിലല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അനീഷ് ആരെയാണ് ശേഷം? ജിസേലിൻ നൂറേനെയായിരുന്നു. കാരണം ഇവിടെ ഓൾറെഡി ജിസേലിനെയും ആദിലേനെയും തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ വിയോജിപ്പുണ്ടായിരുന്നു. കാരണം ആദിലേക്കാൾ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ലേഡി എന്ന് പറയുന്നത് നൂറയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നൂറയുടെ പേര് പറഞ്ഞത്. പിന്നെ ജിസയില് കുറച്ചും കൂടെ ടാസ്ക് ഗ്രൂപ്പിസത്തിലേക്ക് പോയില്ലേ, അവരൊരുമിച്ച് നടക്കുന്ന ആൾക്കാരല്ലേ? ആദില എനിക്ക് തോന്നുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ടീമിന്റെ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ നൂറ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് പെരുമാറും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ നൂറേനെ. ശരി, ഷാമോൻ പറയൂ, ഈ സ്ത്രീകളെ തന്നെ തിരഞ്ഞെടുക്കുന്നതിന്റെ കാര്യം? ആദ്യത്തെ 8 വീക്ക് വരെ ഇവിടെ മെയിൽ ക്യാപ്റ്റൻസ് ആയിരുന്നു. പെണ്ണുങ്ങൾക്കൊന്നും ഒരു ചാൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മിക്ക ടാസ്കും വരുമ്പം അത് ഫിസിക്കൽ ടാസ്ക് ആയിരിക്കും. അപ്പൊ അവർക്കൊരു അഡ്വാൻറ്റേജ് കൊടുക്കാനായിട്ട് നമ്മളെല്ലാം സ്ത്രീകൾ വന്നാൽ എല്ലാവരും കൂടെ അവരെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തളർത്താൻ ശ്രമിക്കുന്നുണ്ടോ? ഞാനായിട്ട് ശ്രമിക്കുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ അക്ബറും കുറച്ചു പേര് ശ്രമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാ ഇവിടെ കുറച്ചുപേര് ക്യാപ്റ്റൻസി കൊടുക്കുന്നത് തന്നെ മനസ്സിലായില്ല, ഒരു പണി കൊടുക്കാൻ. ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? പണി കൊടുക്കാന്നുള്ള രീതിയിൽ ശബ്ദം അങ്ങനെ സപ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തുമാത്രം സൗണ്ട് പുറത്തോട്ട് കേൾപ്പിക്കാതിരിക്കാവോ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ ഒരു വിഷൻ കാണും. ഇത് പ്രശ്നങ്ങൾ ഇല്ലാത്ത വീടല്ല, ആ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് എല്ലാവരും അതോടുകൂടിയാണ് വരുന്നത്. അങ്ങനെ വന്ന് കയറുമ്പോൾ ആ ഭരണപരിഷ്കാരം നടത്താതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അത് ഹൗസ് മേറ്റ്സ് ശ്രമിക്കുന്നുണ്ട്. അല്ല, കഴിഞ്ഞ പല സീസണിലെ ഒരു ക്യാപ്റ്റൻ വൈകിട്ട് എല്ലാവരും വിളിക്കും, അവരിത് സംസാരിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അന്നത്തെ അത് സോൾവ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം അവിടെ നടന്നു? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനീഷിന്റെ തന്നെ കാര്യം, അനീഷ് അങ്ങോട്ട് ഓടിപ്പോകും. ക്യാപ്റ്റൻ ഒത്തിരി ജോലികളുണ്ട്, അനീഷ് ഓടിപ്പോകും. അനീഷ് ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് പല കാര്യങ്ങളും തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഒരു ലെറ്റർ അത് ക്യാപ്റ്റൻ ഉള്ളതാണെങ്കിൽ വായിക്കാൻ നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ ക്യാപ്റ്റനും കൂടെ അത് അങ്ങനെ സോൾവ് ചെയ്യാൻ പല ഇതുമുണ്ട്. അതില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ക്യാപ്റ്റൻസിയിൽ പോയിരിക്കുന്നത്. അല്ല, എല്ലാവരും കൂടെ അതിലെ സപ്രസ് ചെയ്യാൻ നോക്കോ? സപ്രസ് ചെയ്താൽ ഞാൻ അതിനെ അവരെ ഒപ്രസ് ചെയ്യുന്നേട്ടാ. ആണോ? ചെയ്യും. അല്ലാതെ വെറുതെ മിണ്ടാതിരിക്കത്തില്ല. അവര് പറയുന്നത് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻ ആക്കാൻ പോകുന്നത്. അത് അവരുടെ തെറ്റിദ്ധാരണ. അത് ചില ആളുകളുണ്ട് ഇവിടെ, അവർക്ക് ചില ആൾക്കാർ ആരാണ്? ഷാനവാസ് ഉണ്ട്. ചിലപ്പം ലൈക്ക് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ ലൈക്ക് ഞാൻ റിപ്ലൈ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് തരുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അയാളും സ്ട്രോങ് ആയിട്ട് തരും. പക്ഷെ അത് സപ്രസ് ചെയ്യത്തില്ല, പക്ഷെ ഒരു വഴക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ക്യാപ്റ്റൻസിയിലേക്ക് പോകാൻ പോണേ. അതിൽ ഭയമുണ്ടോ? ഭയമൊന്നുമില്ല. ഇനി എന്നാ ഭയം? ഇവർക്ക് ഭയം വെക്കണം, എന്നോട് ഭയമാകണം. അപ്പൊ ആരൊക്കെയാണ് ഇപ്പൊ ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്നത്? ലക്ഷ്മിക്കോ? അയാൾ എന്താണ് ഇവിടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം? ഈ പറഞ്ഞ പോലെ തന്നെ സില്ലി വഴക്കുകൾ തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഗുണങ്ങളുണ്ട്. നിങ്ങൾ അവരെല്ലാവരെയും വിളിച്ചിരുത്തി സംസാരിക്കുന്നത് നല്ലതല്ലേ? സംസാരിച്ച് ചെയ്യിപ്പിക്കുക, ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത് റെസ്പോൺസിബിൾ ആയിട്ട് ഓരോരുത്തരും ഇവിടെ മാറ്റാൻ പറ്റും. ചെറിയ പിള്ളേരല്ല, അത്യാവശ്യം പ്രായവും പക്വതയും ഉള്ളവരാണ്. അവർക്ക് തന്നെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കി ആ ഗുണങ്ങൾ എങ്ങനെ ഈ വീടിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് നോക്കും. ഞാൻ ക്യാപ്റ്റനായിട്ട് റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്യും. ഇതൊരു പാറ്റേൺ ആയിട്ട് പോവുകയാണ്. കിച്ചൺ ടീം ആകട്ടെ, വെസൽ ടീം ആകട്ടെ, അത് ഇച്ചിരി ചേഞ്ച് ചെയ്യും. പിന്നെ അതല്ലാതെ വേറെ ഈ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, ചില ആൾക്കാർ പ്രൊവോക്ക് ചെയ്യാൻ. അതെല്ലാം ഞാൻ ബെസ്റ്റ് ട്രൈ ചെയ്യും, അത് ആകരുത്.
ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. അത് ഒപ്പീനിയൻ നമ്മൾ ഡിസ്കസ് ചെയ്യണം, ഒരു കോൺവെർസേഷൻ വേണം. എപ്പോഴും അടിയും വഴക്കും എനിക്കും ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇന്ന് അനീഷേട്ടനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഒരു കോൺവെർസേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ സില്ലി വഴക്കുകൾ റിസോൾവ് ചെയ്യാനും ട്രൈ ചെയ്യണമെന്നില്ല. അപ്പൊ എന്തായാലും ഇതിൽ ആരാണ് ക്യാപ്റ്റനായി വരാൻ പോകുന്നത്? അനീഷിന്റെ മനസ്സിൽ ആരായിരിക്കും? ജിസയിലാവണമെന്നാണ് ആഗ്രഹം. കാരണം കുറച്ചും കൂടെ ഒരു പവർഫുൾ ആയിട്ട് ഈ ഹൗസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആദിലായിരിക്കും നല്ലൊരു ഓപ്ഷൻ. ബിക്കോസ് ജിസൈൽ എന്ന് പറഞ്ഞാൽ എന്നോടൊരു ഫേവറബിൾ ഒരു സാധനം ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇല്ല, പക്ഷെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു ആദില കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേൺ ഡിസിഷനിലേക്കാണ്. പിണങ്ങിയൊന്നുമില്ല, നല്ലതായിട്ട് ഇടയ്ക്കിടയ്ക്ക് പണം ചെയ്യും. പക്ഷെ അതൊന്നുമില്ല. കാരണം ഞാൻ പറയുന്നത് അതിലേക്ക് ഈ ഫൈറ്റ് ചെയ്യാത്ത രീതിക്ക് തിരിച്ച് കൊട്ടാൻ അറിയാം അതിലേക്ക്. അപ്പൊ ആ നല്ലൊരു കാലിബർ ആയിരിക്കും ഒരു ക്യാപ്റ്റനിൽ ഞാൻ കാണാൻ പോകുന്നത്. കൊട്ടാൻ അറിയാവുന്നവരാണ് നല്ല ക്യാപ്റ്റൻ. അല്ല, കൊട്ടൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫൈറ്റ് അല്ലാതെ തിരിച്ച് നല്ല രീതിക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാവുന്ന ആ ഒരു സ്ട്രാറ്റജി അതിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിന് നല്ലൊരു ഷാനവാസിന്റെ അഭിപ്രായത്തിൽ ആരായിരിക്കണം? ഷാനവാസ് എന്റെ അഭിപ്രായം അതിൽ തന്നെ. ആണല്ലേ? അതിലൊരു പവർഫുൾ ലേഡിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറയാനുള്ളത് അവള് മുഖത്ത് നോക്കിയിട്ട് അല്ലാണ്ട് മുഖത്ത് നോക്കി കാര്യം പറഞ്ഞ് അത് വരച്ച വഴി നിർത്തുമെന്നൊരു തോന്നുന്നു. അനുമോൾ അതായത് എനിക്ക് ആരായാലും ഈ വീട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ആദ്യമൊക്കെ അവര് പറയും ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ ചെയ്യും. ഏറ്റവും വലിയ അടുത്ത സുഹൃത്തല്ലേ? ആണ്, ഫസ്റ്റ് ഡേ പറയും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് പറയുമ്പോ ആ ഒരു ഫസ്റ്റ് ഡേ മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ അതവര് അങ്ങ് കുഴപ്പം. അക്ബറിന്റെ അഭിപ്രായം നോക്കട്ടെ. അല്ലട്ടാ, ഒരാൾ കൊട്ടും നന്നായിട്ട് എല്ലാവരും കൊട്ടും എന്നുള്ള കാര്യം വെച്ചിട്ട് ക്യാപ്റ്റൻ ആകുന്ന പറഞ്ഞ ശുദ്ധ പൊട്ടത്തരാണ്. കാരണം അതായത് ഇവിടെയും 3 പേരിൽ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ചൊറിയണത് അതിലാണ്. അപ്പൊ ഈ ചൊറിയുന്ന പലരെയും അപ്പൊ ചൊറിയുന്ന ഒരാള് ക്യാപ്റ്റനായിട്ട് വരുമ്പോ ഈ ക്യാപ്റ്റൻ തന്നെ, അതായത് ഈ പറഞ്ഞ മാതിരി കാളക്ക് മറ്റേ കയറിനും മതളക്കെന്ന് പറഞ്ഞ മാതിരി ചങ്ങലയ്ക്കും മതളക്കാന്ന് പറയില്ലേ. അപ്പൊ അതേപോലെ കൊട്ടലിലുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ക്യാപ്റ്റൻ തന്നെ പിന്നെ കൊട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ആരുടെ കംപ്ലൈന്റ് പറയാം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജിസയില് കുറച്ചുകൂടെ ഡിസേർവിംഗ് ആയിട്ട് തോന്നി. ആ കുറച്ച് അനാവശ്യമായിട്ടുള്ള ഹ്യൂമാനിറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജിസയിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തോന്നി. ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ആലോചിച്ചോണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നത് ജിസേന് കുറച്ച് ഫേവറേറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ആണല്ലേ? അതാണ് എന്നോടും ഉണ്ട് ഇപ്പോഴും. അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നത് ആദിലേക്കും കുറച്ച് ഫേവറേറ്റിസം കാണും. പക്ഷെ ലക്ഷ്മിക്ക് ഫേവറേറ്റിസം ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ലക്ഷ്മി ആയാലും പ്രശ്നമാവാം. കാരണം നേരെ ആലോചിച്ചിട്ട് ക്യാപ്റ്റൻ നോക്കട്ടെ. നമുക്ക് പഴയ ക്യാപ്റ്റനോട് ചോദിക്കാം. കമ്പാരിറ്റീവ്ലി 3 പേർക്കും 3 ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ ലക്ഷ്മിയുടെ പേര് പറയും. ന്യൂ ബെസ്റ്റ്. അതെന്താ അങ്ങനെ? എനിക്കറിയാം, ഇതാണ് നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യം. ഇവരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഫേവറേറ്റിസം ഉണ്ട്, 2 പേർക്കും കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ലക്ഷ്മിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പറഞ്ഞോട്ടെ, ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉണ്ട്, ചൊവയുണ്ട് ചില കാര്യത്തിൽ. അത് കുറച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ഓക്കെ ആണ് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് കാണാം, നമുക്ക് ചൊറിയുന്നത് ആരാണ്, കൊട്ടുന്നത് ആരാണ്, അല്ലെ, ഹ്യൂമാനിറ്റി ഉള്ളത് ആരാണ്, നമുക്ക് കാണാം. നിങ്ങൾ 3 പേരും ഒരു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പോകാം. ആക്ടിവിറ്റി ഏരിയയിലേക്ക് നിങ്ങൾക്ക് 3 പേർക്ക് പോകാം. ബിഗ് ബോസ് നിങ്ങളോട് സംസാരിക്കും. ഓക്കെ? ക്യാപ്റ്റൻ, ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻസി ടാസ്ക്. ആക്ടിവിറ്റി ഏരിയയിൽ 3 പെഡസ്റ്റലുകളിൽ ബന്ധിപ്പിച്ച രീതിയിൽ 3 റിബൺ റോളുകളും എതിർവശത്ത് ഒരു പെഡസ്റ്റലിൽ ഒരു ക്യാപ്റ്റൻ എന്ന് എഴുതിയിരിക്കുന്ന ഫ്ലാഗും മറ്റൊരു പെഡസ്റ്റലിൽ മണ്ണ് നിറച്ച ഒരു ബൗളും ഉണ്ടാവും. ക്യാപ്റ്റൻസി മത്സരാർത്ഥികളായ ആദിലയ്ക്കും ജിസേലിനും ലക്ഷ്മിക്കും 3 നിറത്തിലുള്ള റിബണുകളായിരിക്കും നൽകുന്നത്. ഓരോരുത്തരും നൽകിയിരിക്കുന്ന മാർക്കിൽ നിന്ന് ഈ റിബൺ ആദ്യം ഒരു റൗണ്ട് അരയിൽ ചുറ്റുക. ശേഷം ബസർ കേൾക്കുമ്പോൾ വട്ടം കറങ്ങി റിബൺ പൂർണ്ണമായും അരയിൽ ചുറ്റി റോളിൽ നിന്നും റിബൺ ഒഴിവാക്കുക. ഇത്തരത്തിൽ റിബൺ റോൾ ശൂന്യമായാൽ ഓടിപ്പോയി ക്യാപ്റ്റൻ എന്ന് എഴുതിയിരിക്കുന്ന ഫ്ലാഗ് എടുത്ത് അടുത്തുള്ള ബൗളിലെ മണ്ണിൽ കുത്തിവെക്കുക. ഈ രീതിയിൽ ആരാണോ ആദ്യം മണ്ണിൽ ഫ്ലാഗ് കുത്തുന്നത് ആ വ്യക്തിയായിരിക്കും ഈ ബിഗ് ബോസ് വീടിന്റെ അടുത്ത ക്യാപ്റ്റൻ. ഗുഡ് ലക്ക് ബിഗ് ബോസ്.
കൈ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ ബിഗ് ബോസ് ആദിലെയാണ് വിൻ ചെയ്തിരിക്കുന്നത്. അതില അഭിനന്ദനങ്ങൾ. താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു. അപ്പൊ പുതിയ ക്യാപ്റ്റന് കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം ഡിസൈൻ? ഇരിക്കോ എങ്ങനെയാണ് ലക്ഷ്മി? ഒരു എത്ര സെക്കൻഡിലാണ് ലക്ഷ്മി അത് ചെയ്യാൻ പറ്റാതായത്? അവസാനം ഒരു മേ ബി ഒരു 1 സെക്കൻഡ് ആയിരിക്കും. എനിക്ക് വെർട്ടിഗോ ഉണ്ട്, ബാലൻസിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ തല ഇറക്കം കാരണം എനിക്ക് അവസാനം അവിടെ വന്നപ്പോഴത്തേക്കും വിഷൻ കിട്ടിയില്ല. അതില കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. അപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. ചെയ്യും. എന്താണ്? അതായത് നമ്മൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ സില്ലി ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ അവോയ്ഡ് ചെയ്ത് എല്ലാവരുമായിട്ട് അതായത് പറഞ്ഞല്ലോ കൊട്ടാൻ റെഡിയായിട്ടുണ്ട്. പൊട്ടും പൊട്ടിയിരിക്കും. അപ്പൊ സംഭവ ബഹുലമായ ഒരു ആശയത്തിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നല്ലേ? അതെ. അപ്പൊ അധികം കുട്ടികളൊന്നും തട്ടുകളും കിട്ടാതെ ഏറ്റവും മനോഹരമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കും, നിങ്ങളുടെ തല കറങ്ങിയിരിക്കുക.